ഇപ്പൊ നമ്മളൊക്കെ ചായ കുടിക്കാൻ ഒരു കടയിൽ കയറിയാൽ പോലും 12 രൂപയ്ക്കും 15 രൂപയ്ക്കും വരെ UPI ഉപയോഗിക്കുന്ന കാലമാണ്. അതുപോലെ ഒരു QR കോഡ് സ്കാൻ ചെയ്ത നിമിഷം എന്റെ മനസ്സിൽ ഒരു ചിന്ത മിന്നിമായിരുന്നു. ഞാൻ നടത്തിയ ഒരു ചെറിയ ഇടപാടിന് പിന്നിൽ ഒരുപാട് കോടി രൂപയുടെ ഒരു സാമ്പത്തിക സാമ്രാജ്യം പ്രവർത്തിക്കുന്നുണ്ട്. അതെ, നിങ്ങൾ ഓരോ തവണയും സ്കാൻ ചെയ്യുന്ന ആ ചെറിയ QR കോഡിന് പിന്നിൽ ഓഹരി വിപണിയിലെ അടുത്ത മൾട്ടി ബാഗർ ജനിക്കുന്നുണ്ടാവും, കാത്തിരിക്കുന്നുണ്ടാവും. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആ വലിയ സാധ്യതകളെ കുറിച്ചാണ്. ഈ ഡിജിറ്റൽ ഇവല്യൂഷൻ എങ്ങനെ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ അട്ടിമറിക്കാൻ സഹായിക്കുമെന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ട് UPI ഇത്ര വിലപ്പെട്ടതാകുന്നു? എന്താണ് UPI? ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക ഇടപാടുകളെ ഈസിയാക്കിയ ഒരു മാന്ത്രിക വിദ്യയാണ്. 2016 നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI അവതരിപ്പിച്ച ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണിത്. ഇതിനു മുമ്പും പല പേയ്മെന്റ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും UPI ഒരു വിപ്ലവമായിരുന്നു. കാരണം ഇത് ബാങ്കുകൾ തമ്മിലുള്ള പണമിടപാടുകൾ മൊബൈൽ വഴി വളരെ ലളിതമാക്കി. ഒരു വാലറ്റിൽ പണം നിറയ്ക്കേണ്ട, പല ആപ്പുകൾ മാറി മാറി ഉപയോഗിക്കേണ്ട, ഒറ്റ ആപ്പിൽ നിന്ന് ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കും പണം അയക്കാം, സ്വീകരിക്കാം. ഇതാണ് ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിന്റെ കരുത്ത്. കണക്കുകൾ പ്രകാരം 2025 UPI മാസം തോറും 20 ബില്യണിലധികം ഇടപാടുകളാണ് കൈകാര്യം ചെയ്യുന്നത്. ഇന്ത്യയുടെ ഡിജിറ്റൽ റീറ്റെയിൽ പേയ്മെന്റുകളുടെ ഏകദേശം 84-85% UPI വഴിയാണ്. ഓരോ മാസവും 24.85 ലക്ഷം കോടി രൂപയിലധികം പണമാണ് ഈ ഡിജിറ്റൽ പൈപ്പ് ലൈനിലൂടെ ഒഴുകുന്നത്. ഇതൊരു ചെറിയ സംഖ്യയല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ പണത്തിന്റെ ഒഴുക്കിൽ നിന്ന് ബാങ്കുകൾക്കും ഫിൻടെക് കമ്പനികൾക്കും പ്രധാനമായ 2 വഴികളിലൂടെയാണ് ലാഭം ലഭിക്കുന്നത്. ഒന്ന്, ഓരോ ഇടപാടിനും ലഭിക്കുന്ന ചെറിയ ട്രാൻസാക്ഷൻ ഫീസുകൾ. രണ്ടാമത്തേത്, ഈ ഇടപാടുകളിലൂടെ ലഭിക്കുന്ന ഡേറ്റ. ഈ ഡേറ്റ വെറും വിവരങ്ങളല്ല, ഇത് പുതിയ കാലത്തെ സ്വർണമാണ്. ഈ ഡാറ്റ ഉപയോഗിച്ച് കമ്പനികൾക്ക് വായ്പ ആവശ്യമുള്ളവരെ കണ്ടെത്താം, ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ വിൽക്കാം, മ്യൂച്വൽ ഫണ്ടുകൾ ശുപാർശ ചെയ്യാം, ക്രെഡിറ്റ് കാർഡുകൾ നൽകാം. ചുരുക്കത്തിൽ നിങ്ങളുടെ ചെറിയ പൈസയുടെ ഒരു ചായയ്ക്ക് പിന്നിൽ പോലും വലിയ ബിസിനസ് മോഡൽ ഒളിച്ചിരിപ്പുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ വേഗത്തിലാക്കാൻ UPI പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചെറു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഡിജിറ്റൽ പേയ്മെന്റ് എത്തിക്കുന്നതിലൂടെ സാമ്പത്തിക ഉൾക്കൊള്ളൽ ഉറപ്പാക്കാൻ UPIക്ക് കഴിഞ്ഞു. ഇനി കളത്തിലെ പ്രധാന പ്ലേയേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. അപ്പൊ പ്രധാനപ്പെട്ട UPI പേയ്മെന്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? UPI ലിങ്ക്ഡ് ഓഹരികൾ ആരൊക്കെയാണ്? ഇവയെ പറ്റി ആദ്യമായിട്ട് പഠിച്ചു പോകാം. 5 UPI ലിങ്ക്ഡ് ഓഹരികൾ. UPIയുടെ കുതിപ്പിൽ നിന്ന് ലാഭമുണ്ടാക്കുന്ന ചില കമ്പനികളെ നമുക്ക് പരിചയപ്പെടാം. ഇവയെല്ലാം നമ്മുടെ നിരീക്ഷണങ്ങളിൽ വേണ്ട സ്റ്റോക്കുകളാണ്. ഒന്നാമത്തേത് Paytm 197 കമ്മ്യൂണിക്കേഷൻസ്. Paytmനെ കുറിച്ച് ആർക്കും ഒരു ആമുഖം ആവശ്യം ഉണ്ടാവില്ല. 350 ദശലക്ഷം വാലറ്റ് ഉപഭോക്താക്കളും 9 മില്യൺ വ്യാപാരികളും ഉള്ള ഒരു UPI ഭീമനാണ്. ഓരോ ഇടപാടിൽ നിന്നും ലഭിക്കുന്ന ഫീസ് അവർക്ക് സ്ഥിരവരുമാനം നൽകുന്നു. കഴിഞ്ഞ ക്വാർട്ടറിൽ അവരുടെ വരുമാനം 38% വർദ്ധിക്കുകയും കമ്പനി പ്രവർത്തന ലാഭത്തിലേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ ഈ സ്റ്റോക്കിന് മുന്നിൽ ചില വെല്ലുവിളികളുണ്ട്. സർക്കാർ നിയന്ത്രണങ്ങളെ കുറിച്ചുള്ള ആശങ്കകളും ഓഹരിയുടെ ഉയർന്ന വിലയും ഇതിൽ പ്രധാനപ്പെട്ടതാണ്. Paytm പേയ്മെന്റ് ബാങ്കിന് നേരിട്ട തിരിച്ചടികൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. പെട്ടെന്നുണ്ടായ തകർച്ച ഏതാണ്ട് 40-50% തകർന്നടിഞ്ഞ ഒരു സാഹചര്യം കഴിഞ്ഞ വർഷം ഉണ്ടായി. ഇത്തരം പ്രശ്നങ്ങൾ ഓഹരി വിലയെ ബാധിച്ചേക്കാം. രണ്ടാമത്തേത് ഇൻഫിബീം അവന്യൂസ്. ബാങ്കുകൾക്കും മറ്റും ബിസിനസ്സുകൾക്കും പേയ്മെന്റ് ഗേറ്റ്വേ സോഫ്റ്റ്വെയർ നൽകുന്നതിൽ മുൻനിരയിലുള്ള കമ്പനിയാണിത്. UPI ഇടപാടുകൾ കുതിച്ചുയർന്നപ്പോൾ ഇവരുടെ CC അവന്യൂ വഴിയുള്ള ഇടപാടുകൾ 50% വർദ്ധിച്ചു. കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ 20% കടന്നു. ഇതൊരു ചെറുകിട കമ്പനി ആയതുകൊണ്ട് ഓഹരി വിലയിൽ ഫ്ലക്ച്വേഷൻസ് പ്രതീക്ഷിക്കാമെങ്കിലും വളർച്ചാ സാധ്യതകൾ വലുതാണ്. UPIയുടെ വളർച്ച ഇവരുടെ വരുമാനത്തെ നേരിട്ട് സ്വാധീനിക്കും. മൂന്നാമത്തേത് റാസോപേ. ലിസ്റ്റ് ചെയ്തിട്ടില്ല, IPO പ്രതീക്ഷിക്കുന്നു. ഇതൊരു അൺലിസ്റ്റഡ് കമ്പനി ആണെങ്കിലും ഭാവിയുടെ ഇവരുടെ IPO വരുമ്പോൾ അപേക്ഷിക്കാൻ അവസരം ലഭിച്ചേക്കാം. ഒട്ടും മടിക്കരുത്. 8 ദശലക്ഷം ബിസിനസ്സുകളാണ് റോസോപേയുടെ സേവനങ്ങൾ ഉപയോഗിക്കുന്നത്. ഓട്ടോപേ, ക്രെഡിറ്റ്, ഓപ്പൺ UPI എന്നിങ്ങനെ പുതിയ ഉൽപ്പന്നങ്ങൾ ഇവർ അവതരിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഫിൻടെക് രംഗത്തെ ഒരു പ്രധാനിയായ റേസർപേയുടെ വളർച്ചാ സാധ്യതകൾ വലുതാണ്. ലിസ്റ്റ് ചെയ്യുമ്പോൾ മികച്ച നേട്ടം നൽകാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണിത്. നാലാമത്തേത് പോളിസി ബസാർ. ഇൻഷുറൻസ് വിപണിയിൽ UPIക്ക് എന്ത് കാര്യം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. UPI വഴി ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കാനുള്ള സൗകര്യം നൽകുന്നത് കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ പോളിസി ബസാറിനെ സഹായിക്കുന്നു. ഇത് പുതിയ ഉപഭോക്താവിനെ നേടാനുള്ള ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ വർഷം 42% വളർച്ച നേടി കമ്പനി മുന്നോട്ട് പോവുകയാണ്. ഡിജിറ്റൽ പേയ്മെന്റുകൾ ഇൻഷുറൻസ് വിപണിയെ വലുതാക്കുകയും അതിന്റെ നേട്ടം പോളിസി ബസാറിന് ലഭിക്കുകയും ചെയ്യും. അഞ്ചാമത്തേത് CAMS, കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെന്റ് സർവീസസ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർക്ക് സുപരിചിതമായ പേരാണ്. മ്യൂച്വൽ ഫണ്ട് SIP-കൾക്കുമൊക്കെ ആയിട്ട് UPI മാൻഡേറ്റ് ഉപയോഗിക്കുന്നത് 28% വർദ്ധിച്ചിട്ടുണ്ട്. അതായത് എല്ലാ മാസവും നിക്ഷേപം നടത്താൻ UPI ഒരു എളുപ്പമാർഗമായിട്ട് മാറിയിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടുകളിലെ മൊത്തം നിക്ഷേപം AUM കൂടുമ്പോൾ CAMSന് ലഭിക്കുന്ന ഫീസും വർദ്ധിക്കുന്നു. UPIയുടെ വളർച്ച മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റുകൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. പക്ഷേ എപ്പോൾ എങ്ങനെ നിക്ഷേപിക്കണം, അതാണ് അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിക്ഷേപ തന്ത്രങ്ങളെ പറ്റി നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെ സുരക്ഷിതമായിട്ട് നേട്ടമുണ്ടാക്കാം. UPI സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുമ്പോൾ ചില സ്ട്രാറ്റജികൾ ഉപയോഗിക്കേണ്ടതുണ്ട്. കാരണം ഇവ ടെക്നോളജി സൈക്കിളിനെ ആശ്രയിച്ചിരിക്കുന്ന സ്റ്റോക്കുകളാണ്. ഒന്നാമതായിട്ട് SIP-യും സെക്ടർ റൊട്ടേഷനും. അതായത് ഓരോ മാസവും ഒരു നിശ്ചിത തുക ഈ സ്റ്റോക്കുകളിൽ SIP വഴി നിക്ഷേപിക്കുക. ഫിൻടെക് മേഖലയിൽ ഒരു തിരുത്തൽ വരുമ്പോൾ നിക്ഷേപത്തിന്റെ ഒരു ഭാഗം താൽക്കാലികമായിട്ട് മറ്റ് സുരക്ഷിത മേഖലകളിലേക്ക്
ഓഹരികളിലേക്ക് മാറ്റുക. സ്വർണം പോലെയുള്ള ഓപ്ഷനുകൾ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുണ്ട്. വിപണി തിരികെ കയറുമ്പോൾ വീണ്ടും ഫിൻടെക്കിലേക്ക് വരാം. ഉദാഹരണത്തിന് 5 സ്റ്റോക്കുകളിലായി നിങ്ങൾക്ക് മാസം 10,000 രൂപ നിക്ഷേപിച്ചാൽ 5 വർഷം കൊണ്ട് നിങ്ങളുടെ മൊത്തം നിക്ഷേപം 6 ലക്ഷം രൂപയാകും. വർഷം 15% വളർച്ച ലഭിച്ചാൽ പോലും നിങ്ങളുടെ നിക്ഷേപം 8.2 ലക്ഷം രൂപയായിട്ട് വളരും. രണ്ടാമതായിട്ട് UPI മാൻഡേറ്റ് SIP ഉപയോഗിക്കുക. CMS പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ UPI മാൻഡേറ്റ് വഴി നേരിട്ട് SIP ഷെഡ്യൂൾ ചെയ്യാം. ഇതോടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് എല്ലാ മാസവും കൃത്യമായിട്ട് പണം മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് പോകും. നിങ്ങളുടെ പേയ്മെന്റ് സംവിധാനം തന്നെ ഒരു നിക്ഷേപ മാർഗമായി മാറുന്നത് കാണാനും കഴിയും. മൂന്നാമതായിട്ട് ഇൻഡസ്ട്രി ETF-കളിലൂടെ നിങ്ങളുടെ റിസ്ക് കുറയ്ക്കാം. നേരിട്ടുള്ള ഓഹരി നിക്ഷേപങ്ങളിലെ റിസ്ക് കൂടുതലാണെന്ന് തോന്നുന്നവർക്ക് ഫിൻടെക് ETF-കൾ പരിഗണിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ നിക്ഷേപത്തിന്റെ ഒരു ഭാഗം ICICI, S&P, BSE ഫിനാൻഷ്യൽ സർവീസസ് ETF, നിഫ്റ്റി IT ETF എന്നിവയിലൊക്കെ നിക്ഷേപിക്കാം. ബാക്കി തുക ഈ പറഞ്ഞ ഓഹരികളിൽ നേരിട്ട് നിക്ഷേപിക്കുകയും ചെയ്യാം. ഇത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയ്ക്ക് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നൽകുകയും നഷ്ടസാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. ആഗോള ഫിൻടെക് കമ്പനികളിൽ നിക്ഷേപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആംപ്ലിഫൈഡ് ഡിജിറ്റൽ പേയ്മെന്റ് ETF പോലെയൊക്കെയുള്ള അന്താരാഷ്ട്ര ETF-കളും നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. നാലാമതായിട്ട് പ്രീ IPO നിക്ഷേപം. Razorpay പോലുള്ള കമ്പനികൾ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടില്ല. എന്നാൽ ചില പ്ലാറ്റ്ഫോമുകൾ വഴി പ്രീ IPO ഘട്ടത്തിൽ തന്നെ ചെറിയ തുകയ്ക്ക് ഇവിടെ ഓഹരികൾ വാങ്ങാൻ കഴിയും. ലിസ്റ്റ് ചെയ്യുമ്പോൾ 30-40% വരെ നേട്ടം ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഓർക്കുക, ഇത്തരം നിക്ഷേപങ്ങളിൽ റിസ്ക്കും വളരെ കൂടുതലാണ്. ശ്രദ്ധയോടെ മാത്രം ഈ അവസരങ്ങൾ ഉപയോഗിക്കുക. അവസാനമായിട്ട് സ്റ്റോപ്പ് ലോസ് മറക്കരുത്. ഫിൻടെക് സൂചിക 20% ഇടിഞ്ഞാൽ നിങ്ങളുടെ നിക്ഷേപത്തിന്റെ ഒരു ഭാഗം പണമാക്കി മാറ്റി സൂക്ഷിക്കുക. വിപണി 200 ഡേയ്സ് മൂവിംഗ് ആവറേജിന് മുകളിൽ തിരികെ വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. ഇത് വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കാനും അവസരങ്ങൾ മുതലെടുക്കാനും നിങ്ങളെ സഹായിക്കും. ഈ തന്ത്രങ്ങളെല്ലാം കേൾക്കുമ്പോൾ എന്റെ കയ്യിൽ ഒരു വലിയ ഫണ്ട് ഇല്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതിനുള്ള വഴി അടുത്തതായിട്ട് പറയാം. ചെറിയ തുകയ്ക്ക് എങ്ങനെ തുടങ്ങാം? ഫിൻടെക് വളർച്ചയിൽ പങ്കാളികളാകാൻ വഴികളുണ്ട്. ഗ്രോ, സെറോദ, കോയിൻ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ വെറും 100 രൂപ മുതൽ മ്യൂച്വൽ ഫണ്ട് SIP തുടങ്ങാം. UPI മാൻഡേറ്റ് സെർച്ച് ചെയ്താൽ എല്ലാ മാസവും ഈ ചെറിയ തുക നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കൃത്യമായിട്ട് നിക്ഷേപിക്കപ്പെടുകയും ചെയ്യും. ഇതൊരു നിക്ഷേപം ശീലമാക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് മൈൻഡ് നിങ്ങളിലേക്ക് എത്താൻ അത് തീർച്ചയായിട്ടും നല്ലൊരു വഴിയാണ്. ചില ഡിജിറ്റൽ ഗോൾഡ് വാങ്ങാൻ കഴിയും. എന്നാൽ ഓഹരി വിപണിയുടെ വളർച്ച നൽകുന്ന ലിവറേജ് സ്വർണ്ണത്തിനില്ലെന്ന് നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടതുണ്ട്. പക്ഷേ സ്വർണ്ണത്തിന്റെ ആ ഒരു സേഫ്റ്റി ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ചെറുതായി തുടങ്ങി വളർത്തുന്ന രീതി പരീക്ഷിക്കാം. റിസ്കുകളെ പറ്റി ഇനി നമ്മൾ നോക്കേണ്ടതുണ്ട്. ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ. ഏതൊരു നിക്ഷേപത്തെയും പോലെ UPI ഓഹരികളിലും റിസ്കുകളുണ്ട്. ഒന്നാമത്തേത് റെഗുലേറ്ററി റിസ്കുകളാണ്. RBI-യും NPC-യുമാണ് UPI നിയന്ത്രിക്കുന്നത്. അവരുടെ നയങ്ങളിലെ ഒരു ചെറിയ മാറ്റം പോലും ഈ കമ്പനികളെ നേരിട്ട് ബാധിക്കും. രണ്ടാമത്തേത് സൈബർ ആക്രമണങ്ങളാണ്. ഡിജിറ്റൽ ഇടപാടുകൾ കൂടുമ്പോൾ സൈബർ ആക്രമണ സാധ്യതയും വർദ്ധിക്കുന്നു. നിലവിൽ തട്ടിപ്പുകൾ വളരെ കുറവാണെങ്കിലും ഒരു വലിയ സൈബർ ആക്രമണം മതി കമ്പനിയുടെ വിശ്വാസ്യത തകർക്കും. ഓഹരി വില കുത്തനെ ഇടിയാനും ഇത് മതി. സൈബർ സുരക്ഷയിൽ നിരന്തരം നിക്ഷേപിക്കുന്ന കമ്പനികൾക്ക് മാത്രമേ ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയൂ. മൂന്നാമത്തേത് വാല്യുവേഷൻ റിസ്ക് ആണ്. ഫിൻടെക് കമ്പനികൾക്ക് പലപ്പോഴും ഉയർന്ന വാല്യുവേഷൻ ആണ് ഉണ്ടാവാറുള്ളത്. ഇത്തരം സാഹചര്യങ്ങളിൽ വിപണിയിൽ ഒരു തിരുത്തൽ വന്നാൽ 20% വരെ വിലയിടിയാൻ സാധ്യതയുണ്ട്. ഈ റിസ്കുകൾ കുറയ്ക്കാനുള്ള ഒരു നല്ലൊരു മാർഗം മ്യൂച്വൽ ഫണ്ട് റൂട്ട് തന്നെയാണ്. അപ്പോൾ ഈ 5 ഓഹരികളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും താല്പര്യം തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് അറിയിക്കുക. ഇതുപോലെ ഓഹരി വിപണിയിലെ നിക്ഷേപ തന്ത്രങ്ങളെ കുറിച്ച് മലയാളത്തിൽ അറിയണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രചോദനം. ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. UPI എന്നത് വെറും ഒരു പേയ്മെന്റ് സംവിധാനമല്ല, നിങ്ങളുടെ ഡെയിലി ലൈഫിന്റെ ഭാഗമായ ഡിജിറ്റൽ വിപ്ലവമാണ്. അതിന് പിന്നിലെ ഓഹരികളിലൂടെ നിങ്ങളുടെ ഭാവിക്കായിട്ട് സമ്പാദിക്കാനുള്ള ഒരു സുവർണ അവസരമാണ്. ചെറിയ തുകകളിൽ ആരംഭിച്ച് ശരിയായ സ്ട്രാറ്റജീസ് പിന്തുടർന്ന് ക്ഷമയോടെ കാത്തിരുന്നാൽ സാമ്പത്തികമായിട്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. തീർച്ചയായിട്ടും ഇതൊരു സാമ്പത്തിക ഉപദേശമായിട്ട് കണക്കാക്കരുത്. ഇതുപോലെയുള്ള നിക്ഷേപ ആശയങ്ങൾ ഇനിയും അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.